സതീശന് ഇവിടെ വേണമെങ്കിൽ PV അൻവറിന് മുമ്പിൽ ഒന്ന് മുട്ടുവിറക്കാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായില്ല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ 4 ഭാഗത്തു നിന്നും ആക്രമണം വന്നപ്പോൾ പിറ്റേന്നും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. അതായത് അവിടെ നല്ല ദാർഢ്യം കാണിച്ചു. അതായത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ച എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ ഉറച്ച നിലപാട് കാണിച്ചു. അതായത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം ഒരു അബദ്ധം പറഞ്ഞു പോയോ എന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഞാൻ ഇനി ഏതായാലും പറഞ്ഞിടന്ന് പിന്നോട്ട് പോകാനില്ല എന്ന നല്ല നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാടിനുള്ള വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, PV അൻവർ ഒരു നിലക്ക് വിജയിച്ച് നിൽക്കുന്ന ആളാണ്. പക്ഷേ PV അൻവർ VD സതീശന് മുമ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ദംഷ്ട്രകൾ പോയ ഒരു പുലിയായിട്ടാണ് PV അൻവർ VD സതീശൻ്റെ മുന്നിലേക്ക് വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം 10,000 വോട്ടിനടുത്ത് സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ VD സതീശന് മുന്നിൽ വരുമ്പോൾ VD സതീശൻ താഴോട്ട് നോക്കുന്നത്രയ്ക്ക് ചെറുപ്പമായിരിക്കും, ചെറിയ നേതാവായിരിക്കും PV അൻവർ. PV അൻവർ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് വലിയ നേതാവാണ്. ഇത്രയും വലിയൊരു മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് മുന്നിൽ സമാസമാണ് ഇപ്പോൾ. കാരണം പിണറായി വിജയനെ പറ്റിയിട്ട് അതിശക്തമായിട്ടുള്ള രൂക്ഷമായുള്ള അഭിപ്രായം പറഞ്ഞ് പിണറായിയെപ്പറ്റി, മുഖ്യമന്ത്രിയെപ്പറ്റി, ഈ സർക്കാരിനെ പറ്റി ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പോലീസും RSSും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചില CPMകാർ തന്നെയും പറഞ്ഞു നടന്നിരുന്ന കാര്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പിണറായി വിജയനും PV അൻവറും സമാസമമാണ്. പക്ഷേ PV അൻവർ ഇപ്പോൾ VD സതീശന് മുന്നിൽ ഒരൽപ്പം താഴെയാണ് നിൽക്കുന്നതെന്ന കാര്യം നമ്മൾ കാണണം. PV അൻവർ കരുത്തനാകുന്നത് പിണറായിസം, മരുമോനിസം എന്നീ 2 വാക്കുകൾ കൂടെ മലയാള ഭാഷയ്ക്ക് സംഭാവനയായിട്ടാണ്. അടുത്ത ലോക്സഭ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന 2 പ്രയോഗങ്ങൾ മരുമോനിസവും പിണറായിസവും PV അൻവറിൻ്റെ ഭാഷാ സംഭാവനയായിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കും.